അതുപോലെ തന്നെ എക്സ്റ്റേണലി നമ്മൾ ഓയിൽ, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണ, അതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെർബൽ ഷാംപൂസും, അതുപോലെ ഓരോ ഹെയർ ടെക്സ്ചറും കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ് ആയിട്ടുള്ള മാസ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് പേഷ്യൻസ് വളരെ നല്ല രീതിയിൽ റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള മരുന്നുകളും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത്, അതായത് 1-2 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കൊടുക്കുന്ന ഒരിക്കലും നമ്മൾ പറയാറില്ല. നമസ്കാരം, ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അകാല നര അഥവാ പ്രീമച്വർ ഗ്രെയിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചില വ്യക്തികൾക്ക് ചെറിയ പ്രായം തൊട്ട് തന്നെ അകാല നര കാണാറുണ്ട്. ജനിതക ശാസ്ത്രം തൊട്ട് വൈറ്റമിൻ B12 അഭാവം, അതുപോലെ അനീമിയ, അൾട്രാ വയലറ്റ് രശ്മികളുടെ അമിതമായിട്ടുള്ള എക്സ്പോഷർ കൊണ്ടും പിറ്റ്യൂട്ടറി, തൈറോയ്ഡ് ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന ചില തരത്തിലുള്ള ഇഷ്യൂസ് കാരണം ഇങ്ങനെയുള്ള അകാല നര കാണാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കൺസേൺ ആയിരിക്കുകയെന്ന് മനസ്സിലാക്കുക. അതായത് ഉപ്പ്, എരിവ്, പുളി തുടങ്ങിയിട്ടുള്ള രസങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് കൊണ്ടുവരേണ്ടതാണ്. കൂടുതലും എരിവ്, പുളി, ഉപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ പിത്തദോഷം നന്നായി വർദ്ധിക്കുകയും ശരീരത്തിന്റെ ഊഷ്മാവ്, ശരീരത്തിലെ ചൂട് വർദ്ധിക്കുകയും അങ്ങനെ അത് അകാല നരയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രാത്രിയിൽ ഒരുപാട് വൈകി ഉറങ്ങുന്നതും അതുപോലെ രാവിലെ ഒരുപാട് വൈകി എണീക്കുന്നതുമായിട്ടുള്ള ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളത് കുറച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളിങ്ങനെ രാത്രിയിൽ ഒരുപാട് നേരം ഉറക്കമൊഴിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ വാതദോഷം കൂടും. വാദം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അതുപോലെ തന്നെ രാവിലെ നമ്മൾ ഒരുപാട് വൈകി എണീക്കുന്നുണ്ടെങ്കിൽ കഫദോഷം കൂടും. ഇങ്ങനെ വാദവും കഫവും വളരെയധികം പ്രകോപിതമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അത് പിന്നീട് അകാല നരയിലേക്ക് നീങ്ങുന്നു എന്ന് ആയുർവേദം പറയുന്നുണ്ട്. ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നമ്മുടെ ത്രിദോഷങ്ങൾ, അതായത് വാത, പിത്ത, കഫം. അതിൽ തന്നെ പിത്തദോഷം നല്ല രീതിയിൽ അഗ്രവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സബ് ടൈപ്പ് ആയിട്ടുള്ള പ്രാചക പിത്തത്തിൽ വരുന്ന ചില ഏറ്റക്കുറച്ചുകളും അകാല നരയിലേക്ക് ലീഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം. അതായത് നമ്മുടെ മുടിയിലെ അല്ലെങ്കിൽ ശരീരത്തിലെ മെലാനിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അകാല നരയിലേക്ക് അത് ലീഡ് ചെയ്യും, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് പ്രാചക പിത്തത്തെ നമുക്ക് വേണമെങ്കിൽ ഈ മെലാനിനായിട്ട് കോറിലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. സോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ അമിതമായിട്ട് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കെമിക്കൽ സോപ്സും ഷാംപൂവും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു പക്ഷേ ചിലരിൽ അകാല നരയിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അമിതമായിട്ട് കോൾഡായിട്ട് തണുപ്പായിട്ടുള്ള എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് രോമകൂപങ്ങളിൽ, നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലെ ആ ഒരു പെർട്ടിക്കുലർ ഭാഗങ്ങളിൽ വാദം പ്രകോപിക്കുകയും അതുമൂലം അത് അകാല നര അത്തരത്തിലുള്ള കണ്ടീഷൻസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ഹെൽത്തി റുട്ടീൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും എരിവ്, പുളി, ഉപ്പ് പോലുള്ള ആഹാരങ്ങൾ നമ്മൾ മാക്സിമം കുറച്ചു കൊണ്ടുവരാം. നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള, അതായത് 25 കിലോന് 1 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. തിളപ്പിച്ച വെള്ളം തന്നെ നമ്മൾ തിളപ്പിച്ചാറ്റിയ രീതിയിൽ കുടിക്കേണ്ടതാണ്. പിന്നെ അമിതമായിട്ട് സ്റ്റിമുലൻസ് ആയിട്ടുള്ള കോഫി, ടീസ് ഒക്കെ നമ്മൾ മാക്സിമം ഒന്ന് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഫ്രൈഡ് ഓയിലി ഐറ്റംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ ആയുർവേദത്തിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് ആയുർവേദത്തിലെ ചികിത്സ എന്ന് പറയുന്നത് തന്നെ പിത്തത്തെ നമ്മൾ കുറച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അഗ്രവേറ്റഡ് ആയിട്ട് കിടക്കുന്ന ദോഷത്തെ നമ്മൾ ഒന്ന് കുറച്ച് കൊണ്ടുവരാം. ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, നമ്മളൊരു നരച്ച മുടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നരച്ച മുടി ഉണ്ടാവുന്നു. പക്ഷെ അത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം നമുക്ക്, അതായത് ഒരു ഫോളിക്കിൽ നിന്ന് ഒരൊറ്റ മുടി മാത്രമേ വളരുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു മുടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നരച്ച മുടി വരിക എന്ന് പറയുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ച് നന്നായിട്ട് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. പുറമേ നമുക്ക് എണ്ണയും അതുപോലെ മാസ്കും ഷാമ്പുവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, സിംറ്റംസിനനുസരിച്ചിട്ടുള്ള ഇന്റേണൽ മെഡിസിൻസ്, കഷായം, ഗുളികകൾ, അത് ഓരോ ആൾക്കാരുടെ പ്രകൃതി അനുസരിച്ചും കംപ്ലൈൻറ്റ് അനുസരിച്ചും
അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സ്റ്റേണലി നമ്മൾ ഓയിൽ, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണ, അതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെർബൽ ഷാംപൂസും അതുപോലെ ഓരോ ഹെയർ ടെക്സ്ചറും കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ് ആയിട്ടുള്ള മാസ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് പേഷ്യൻസ് വളരെ നല്ല രീതിയിൽ റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള മരുന്നുകളും എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസും ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത്, അതായത് 1-2 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കൊടുക്കുന്ന ഒരിക്കലും നമ്മൾ പറയാറില്ല. കാരണം നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസസും ഒരാൾക്കും കൊടുക്കാറില്ല. എത്രത്തോളം വർഷം എടുത്തിട്ടാണോ ആ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത് അത്ര തന്നെ എടുക്കണ്ട, എന്നാലും ഇച്ചിരി നേരമെങ്കിലും എടുക്കണ്ടേ കുറച്ചൊന്ന് ക്യൂറായി കിട്ടണമെങ്കിൽ. അപ്പോൾ യഥാർത്ഥ റൂട്ട് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടുന്ന് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയാൽ മാത്രമാണ് പുറത്ത് റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിപ്പോൾ മുഖക്കുരു ആണെങ്കിലും വേറെ ഹെയർ ഫോൾ ആണെങ്കിലും ഇത്തരത്തിലുള്ള അകാല നരയാണെങ്കിലും ഏത് കണ്ടീഷൻ ആണെങ്കിലും. അപ്പം അങ്ങനെയുള്ള കുറേ മരുന്നുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.